Hi all, welcome to my YouTube channel. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷൻ അൽഗോരിതം. ഓക്കെ, ചാപ്റ്റർ 2-ലെ 2.4. യെസ്, ചാപ്റ്റർ 2-ലെ സെക്ഷൻ 2.4 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് 2.4? 2.4 ഓക്കെ, ഡിവിഷൻ algorithm for polynomials. അപ്പോൾ പോളിനോമിയൽസിൻ്റെ ഡിവിഷൻ അൽഗോരിതം ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ, അതായത് 9th നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യൂബിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം. ഈ ക്ലാസ് തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ക്യൂബിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്തായിരുന്നു? ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d. ആൻഡ് ഓൾസോ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് അറ്റ്മോസ്റ്റ് എത്ര സീറോസ് ആണ്? അറ്റ്മോസ്റ്റ് 3 സീറോസ് ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു അല്ലേ? സോ നമ്മൾ കൺസിഡർ ചെയ്യാണ്, ഫോർ എക്സാമ്പിൾ x³ മൈനസ് 3x² മൈനസ് എക്സ് പ്ലസ് 3. ഇതെന്ന് പറയുന്ന ഒരു ക്യൂബിക് പോളിനോമിയൽ ആണ്. ഇതിൻ്റെ ഒരു സീറോ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സീറോ നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് സീറോ ഈസ് 1. ഓക്കെ, അപ്പോൾ ഒരു ക്യൂബിക് പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് 3 സീറോസ് ഉണ്ടായിരിക്കും. സോ നമുക്ക് ബാക്കി 2 സീറോസും കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? പോളിനോമിയൽസിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് നമ്മൾ 9th പഠിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ നമുക്ക് എന്താണ് സീറോ എന്ന് പറയുന്നത്, ഒരു സീറോ എന്ന് പറയുന്നത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. സോ x മൈനസ് 1 എന്ന് പറയുന്നത് ഇസ് എ ഫാക്ടർ ഓഫ് ദിസ് പോളിനോമിയൽ എന്ന് പറയാൻ പറ്റും അല്ലേ? ഫാക്ടർ ഓഫ് ദി പോളിനോമിയൽ x³ മൈനസ് 3x² മൈനസ് എക്സ് പ്ലസ് 3. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് ബാക്കി 2 സീറോസും കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്യൂബിക് പോളിനോമിയലിനെ ഈ ഒരു ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്യാം. x³ മൈനസ് 3x² മൈനസ് എക്സ് പ്ലസ് 3. ഓക്കെ, ഇതിനെ x മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നമുക്കിവിടെ കോഷ്യൻറ്റിൻ്റെ ആദ്യത്തെ ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇത് ഉള്ളിലുള്ളത് എന്താണ്? ഈ ഉള്ളിലുള്ളതെന്ന് പറയുന്നത് എന്താണ്? ഡിവിഡൻ്റ് ആണ് അല്ലേ? ഉള്ളിലുള്ള ഡിവിഡൻ്റ് ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? അത് ഡിവൈസർ ആണ്. മുകളിൽ വരുന്നതാണ് കോഷ്യൻറ്റ്, താഴെ വരുന്നത് റിമൈൻഡർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഡിവിഡൻറ്റിൻ്റെ ആദ്യത്തെ ടേം നോക്കുക. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് x³ ആണ്. ആൻഡ് ഓൾസോ നമ്മൾ ഡിവൈസറിൻ്റെ ആദ്യത്തെ ടേം കണ്ടുപിടിക്കാൻ നോക്കുക. അതെന്ന് പറയുന്നത് x ആണ് അല്ലേ? അപ്പോൾ ഈ x³ എക്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? x² കിട്ടും. സോ നമ്മളെ കോഷ്യൻറ്റിൻ്റെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് x² ആണ്. ആൻഡ് ഈ x²നെ എന്ത് ചെയ്യണം? ഈ x² നമ്മളെ ഡിവൈസർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വരിക? x³ മൈനസ് x² എന്ന് വരും. അതെടുത്ത് നമ്മൾ ഇവിടെ താഴോട്ട് എഴുതണം. ഓക്കെ, x³ മൈനസ് x². സോ ഇതിനെ നമുക്കൊന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം. സോ ഇവിടെ മൈനസ് വരുന്നു, ഇവിടെ പ്ലസ് വരുന്നു. ഓക്കെ, സോ എന്ത് കിട്ടും? മൈനസ് 3x² പ്ലസ് x². ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും അല്ലേ? x³ മൈനസ് x³ എന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോവും. -3
പ്ലസ് 1 ഇതെന്താ വരിക -2 എന്ന് വരും അല്ലേ. -3 + 1 എന്ന് പറയുന്നത് -2 എന്ന് വരും. സോ എന്ത് പറയാൻ പറ്റും ഇവിടെ -2 h² എന്ന് വരും അല്ലേ. ഇനി ബാക്കിയുള്ള ടേംസ് -x + 3 താഴേക്ക് എഴുതാണ്. ഇനി ഇപ്പൊ നമ്മൾ ഡിവിഡൻഡ് ഏതാണ്? യെസ്, നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മളെ ഡിവിഡൻഡ് യെസ് -2h² - h + 3 ഇതാണ് ഇപ്പോഴത്തെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഡിവൈസർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, h - 1 തന്നെയാണ്. സോ നമ്മൾ ഇനി എന്താണ് ചെയ്യാനായിട്ട് പോകുന്ന? ഡിവിഡൻഡിന്റെ കോഷ്യന്റിന്റെ സെക്കൻഡ് ടേം കിട്ടാനായിട്ട് നമ്മൾ ഡിവിഡൻഡിന്റെ ഫസ്റ്റ് ടേമിനെ ഡിവൈസറിന്റെ ഫസ്റ്റ് ടേം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, മനസ്സിലായോ? അതായത് കോഷ്യന്റിന്റെ സെക്കൻഡ് ടേം കിട്ടാനായിട്ട് നമുക്ക് ഇപ്പോഴുള്ള ഡിവിഡൻഡ് എന്ന് പറയുന്നത് -2h² - h + 3 ആണ്. അതിന്റെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് -2h² ആണ്. സോ ഈ -2h² നമ്മൾ ഈ x കൊണ്ട്, അതായത് നമ്മളെ ഡിവൈസറിന്റെ ആദ്യത്തെ ടേം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. സോ എന്താ കിട്ടുക? ഇങ്ങോട്ടൊന്ന് എഴുതാം. സോ -2h² / x എന്ന് വരും. സോ എക്സും എക്സും ഇവിടെ ക്യാൻസൽ ആവുകയാണ്. സോ -2x എന്ന് വരും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് -2x എന്ന് എഴുതാം. സോ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെ -2x × x - 1 ചെയ്യുക. ഓക്കെ, അപ്പം -2h² +2x ഈ മൈനസും ഈ മൈനസും ചേർന്ന് പ്ലസ് ആവും. സോ +2x എന്ന് വരും. സോ എന്താ വരിക? -2h² + 2x. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സബ്സ്ട്രാക്ട് ചെയ്യുവാണ്. സോ ഇവിടെ നമുക്ക് സൈൻ ചേഞ്ച് ചെയ്യാം. സോ നമ്മളുടെ ഇവിടെ എന്തൊക്കെയാണ് ക്യാൻസൽ ആവുക? -2h² + 2h² ക്യാൻസൽ ആവുന്നു. ആൻഡ് നമുക്ക് കിട്ടുന്നത് എന്താണ്? യെസ്, -h - 2x ആണ് ചെയ്യേണ്ടത്. സോ അവിടെ നമുക്ക് എന്ത് കിട്ടും? -3x എന്ന് കിട്ടും. അതായത് ഇത് രണ്ടുമാണ് പറയുന്നത്. സോ ഇവിടെ -3x + 3 എന്ന് വരും. ഓക്കെ, ഇനി എന്താണ്? ഇനി ഇപ്പോൾ നമ്മളുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മളുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് -3x + 3 ആണ്. ആൻഡ് നമ്മളുടെ ഡിവൈസർ എന്ന് പറയുന്നത് സെയിം x - 1. സോ ഇനി കോഷ്യന്റിന്റെ നെക്സ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ ഡിവിഡൻഡിന്റെ ഫസ്റ്റ് ടേമിനെ ഈ ഡിവൈസറിന്റെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ നേരത്തെ അതേ പ്രൊസീജിയർ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തു വരുന്നു. ഡിവിഡൻഡ് മാത്രമേ ഇവിടെ മാറ്റം വരുന്നുള്ളൂ, ഡിവൈസർ മാറ്റം വരുന്നില്ല. ഓക്കെ, സോ -3x -3x / x. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ ക്യാൻസൽ ചെയ്യാം? എക്സും എക്സും ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് കിട്ടുക -3 ആണ്. സോ ഇവിടെ നമുക്ക് -3 എന്ന് എഴുതാം. ആൻഡ് ഈ -3നെ നമ്മളുടെ ഡിവൈസറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ -3x + 3 എന്ന് വരും. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? -3x + 3 എന്ന് എഴുതാൻ പറ്റും. സോ റിമൈൻഡർ വിൽ ബി 0, isn't it? Remainder will be 0. We subtracting these two, -3x + 3 and -3x + 3. The sign will change to minus. Here it will be plus.
here it will be plus, and here it will be minus. So opposite sign വന്നു. സോ അത് ക്യാൻസലായി റിമൈൻഡർ 0 വരും. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് ക്യൂബ്, അതായത് നമ്മളെ ക്യൂബിക് പോളിനോമിയലിനെ എന്തായിരുന്നു? എക്സ് ക്യൂബ് മൈനസ് 3x² മൈനസ് എക്സ് പ്ലസ് 3. അതിനെ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കോഷ്യന്റ് എന്ത് വന്നു? യെസ്, സ്ക്വയർ മൈനസ് 2x മൈനസ് 3 എന്ന് വരുന്നു. ആൻഡ് റിമൈൻഡർ ബിക്കം 0. സോ നമ്മളിവിടെ അത് എഴുതുന്നില്ല. ആൻഡ് ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? 0 ആണ് കണ്ടുപിടിക്കേണ്ടുള്ളത്. h0 തന്നിട്ടുണ്ട്, ബാക്കി 2 സീറോസ് കണ്ടുപിടിക്കണം. സോ ഇവിടെ എക്സ് മൈനസ് 1 ആണ്. ആൻഡ് ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുകയാണ് ബൈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. ഓക്കെ, നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട്. സോ ഇവിടെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ -2നെയാണ് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ -2ന്റെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുകയാണ്. സോറി, -2നെയാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ആൻഡ് സം വരേണ്ടതെന്ന് പറയുന്നത് -2 ആണ്. ആൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വരേണ്ടത് -3 ആണ്. സോ അങ്ങനെ വരുന്ന രണ്ട് നമ്പേഴ്സിന്റെ സമ്മായിട്ടാണ് നമുക്ക് മിഡിൽ ടേമിനെ എഴുതേണ്ടത്. സോ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വരിക 1ഉം -3 ആണ്. സോ ഇതൊന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സം എന്താണ് വരിക? 1 പ്ലസ് -3 എന്ന് വരും, ദാറ്റ് ഈസ് -2. ആൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, 1 ഇൻറ്റു -3 വിച്ച് ഈസ് ഈക്വൽ ടു -3. നമുക്ക് കിട്ടേണ്ടതായിരുന്നു, അത് തന്നെയാണ് കിട്ടിയത്. സോ 1ഉം -3 ആണ് നമ്മുടെ നമ്പേഴ്സ്. സോ അത് രണ്ടും വെച്ച് നമ്മൾ ഈ ടേമിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ എക്സ് പ്ലസ് എക്സ് മൈനസ് 3x മൈനസ് 3. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് കോമൺ എടുക്കാം. എക്സിൽ നിന്ന് എന്ത് കോമൺ എടുക്കാം? യെസ്, എക്സ് കോമൺ എടുക്കാം. സോ ഇവിടെ എക്സ് പ്ലസ് 1 എന്ന് വരും. ആൻഡ് ഇവിടെ -3 കോമൺ എടുക്കാം. സോ ഇവിടെ എക്സ് പ്ലസ് 1 എന്ന് വരും. ഓക്കെ, സോ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. സോ ഇവിടെ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് വന്നത്? ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 3യും എക്സ് പ്ലസ് 1ഉം ആണ് വന്നത്. സോ നമുക്ക് ഇതിൽ നിന്ന് സീറോസ് എഴുതാൻ പറ്റും. ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള 0 എന്ന് പറയുന്നത് എന്തായിരുന്നു? സീറോസ് 1 ആയിരുന്നു നമുക്ക് തന്നത്. പിന്നെ നമ്മളിപ്പം സ്പ്ലിറ്റ് ചെയ്തത് വെച്ചിട്ട് ഈ രണ്ട് ഫാക്ടേഴ്സും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഒരു 0 ആണ്. ആൻഡ് -1 എന്ന് പറയുന്നത് 0 ആണ്. സോ 3 ആൻഡ് -1 സീറോസ് ആർ 1, 3 ആൻഡ് -1 എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു 0 തന്നു കഴിഞ്ഞാൽ ആ ഒരു പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അനദർ 2 സീറോസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അനദർ സീറോസ് എല്ലാം കണ്ടുപിടിക്കുന്നത്. സോ യെസ്, നമ്മളിനി കുറച്ച് പോളിനോമിയൽസ് ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ നമ്മൾ ലീനിയർ പോളിനോമിയൽ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഡിവിഷൻ അൽഗോരിതം, അതായത് ഡിവിഷൻ റൂള് അതിൻ്റെ അകത്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ചെയ്യാം. ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്, എക്സാമ്പിൾ 6. ഓക്കെ, സോ ഡിവൈഡ് 2x² plus 3x plus 1 by x plus 2. ഓക്കെ, ഇതാണ് നമുക്കിനി ചെയ്യേണ്ടത്. അപ്പോൾ ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ബട്ട് എല്ലാം ഇപ്പോഴും നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആവണമെന്നില്ല. അപ്പം എവിടം വരെ നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡിവൈസ് ആൻഡ് ഡിഗ്രി, അതായത് ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1നെക്കാട്ടിയും ചെറിയ ഒരു ഡിഗ്രി റിമൈൻഡർ ആയിട്ട് വരുന്നത് വരെയും ആ ഒരു പോളിനോമിയലിനെ നമ്മൾ
കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമ്മളുടെ ഡിവൈസിനെക്കാട്ടും ചെറിയൊരു ഡിഗ്രി ഉള്ള റിമൈൻഡർ വരികയാണെങ്കിൽ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം, എന്ത് കിട്ടുമെന്ന് നോക്കാം. യെസ്, സോ പെണ്ണൊന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, സോ So 2x square plus 3x plus 1, and here it is divisor is x plus 2. So first term quotient in the first term of quotient കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ടേം ഓഫ് ഡിവിഡൻറ്റിനെയും ഫസ്റ്റ് ടേം ഓഫ് ഡിവൈസിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടേം ഓഫ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് 2x² ആണ്, ആൻഡ് ഫസ്റ്റ് ടേം ഓഫ് ഡിവൈസർ എന്ന് പറയുന്നത് x ആണ്. സോ വി വിൽ ഗെറ്റ് വാട്ട്? 2x. Okay, we will get 2x, and the first term of quotient is 2x, and we multiply 2x with divisor. Yes, a divisor, and we will get what? 2x square plus 4x. Okay, and this 2x, sorry, and we write this 2x square plus 4x here, and 2x square plus 4x, and subtracting these two terms, 2x square, our first expression is 2x square plus 3x, and second one is 2x square plus 4x, and subtracting this will get the change in sign. Here it is plus 2x square will be minus 2x square, and plus 4x will be minus 4x, and the first term 2x square and minus 2x square will cancel, and considering this 3x minus 4x, we subtract these two terms, we get minus x, isn't it? We get minus x and plus 1. This plus 1 is this plus 1, and what is next? Yes, quotientന്റെ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് മൈനസ് എക്സ് പ്ലസ് 1 ആണ്, ആൻഡ് നമ്മൾ ഡിവൈസർ എന്ന് പറയുന്നത് സെയിം എക്സ് പ്ലസ് 2 ആണ്, ആൻഡ് ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ടേം മൈനസ് എക്സ്, ആൻഡ് ഡിവൈസറിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ്. സോ അത് രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് -1, ആൻഡ് our quotient second term will be -1, and we multiply -1 with x plus 2, will get minus x minus 2. Okay, so subtracting will get the change in sign, and here these two cancel, and we will get 3. Okay, our remainder is 3, and ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എക്സ് പ്ലസ് ടുവിനെക്കാട്ടിയും ചെറിയ ഡിഗ്രിയാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ എന്താണ് നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത് x⁻0 ആണ്. സോ എക്സ് പ്ലസ് 2 നമ്മൾ ഡിവൈസിനെക്കാട്ടിയും ചെറിയ ഡിഗ്രിയാണ് വന്നേക്കുന്നത്. സോ നമ്മുടെ ഡിവിഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ആൻഡ് എങ്ങനെ എഴുതാം? 2x square plus 3x plus 1നെ എങ്ങനെ എഴുതാം? x plus 2 into 2x minus 1 plus 3. അതായത് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് 2x square plus 3x plus 1 തന്നെ കിട്ടും. ചെക്ക് ചെയ്ത് നോക്കാം. 2x minus 1 into
എക്സ് പ്ലസ് 2 പ്ലസ് 3. അത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഫസ്റ്റ് ടേമിനെ ഈ രണ്ട് ടേമും കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് 2x² പ്ലസ് 4x. അല്ലേ? യെസ്, 4x മൈനസ് എക്സ്. മൈനസ് എക്സ് എങ്ങനെയാണ്? -1നെയും എക്സിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, -1നെയും 2നെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ -x -2 എന്ന് വരും. പിന്നെ നമുക്ക് ഇവിടെ ഒരു +3 ഉണ്ട്. സോ അതും കൂടി ഒന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. സോ 2x², ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? +3x. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ +1. So we will get a polynomial 2x² plus 3x plus 1 എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എന്താണ് 2x² plus 3x plus 1നെ എങ്ങനെ എഴുതാൻ പറ്റും? Which is equal to x plus 2 into 2x minus 1 plus 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ്, ആൻഡ് ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? Therefore dividend equal to divisor into quotient plus remainder എന്ന് പറയാൻ കഴിയും. ഓക്കെ, സോ നമ്മളിനി ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഡിവൈഡ് ചെയ്തതെന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ലീനിയർ പോളിനോമിയൽ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. സോ നെക്സ്റ്റിന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ക്യൂബിക് പോളിനോമിയലിനെ എങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഒരു സാമ്പിളാണ് അടുത്തിനി പറയാൻ പോകുന്നത്. ഓക്കെ, അവിടെ നമുക്ക് വരുമ്പോൾ ഡിവിഷൻ അൽഗോരിതം പോലെ തന്നെയാണ് വരിക. അവസാനം ഡിവിഷൻ അൽഗോരിതം നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, so yes, so this is example 7 in our textbook. Example 7. Okay, example 7. So divide 3x³ plus x² plus 2x plus 5 by 1 plus 2x plus x². സോ ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഒരു ക്യൂബിക് പോളിനോമിയൽ ആണ് 3x³ പ്ലസ് 3x² പ്ലസ് 2x പ്ലസ് 5. ഇതൊരു ക്യൂബിക് പോളിനോമിയലാണ്. ആ ഒരു പോളിനോമിയലിനെ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ആദ്യം ഒരു പോളിനോമിയൽസ്, രണ്ട് പോളിനോമിയൽസിനെ ഡിവൈഡ് ചെയ്യാൻ തരുവാണെങ്കിൽ രണ്ട് പോളിനോമിയൽ സ്റ്റാൻഡേർഡ് ഫോമിലാണോ കിടക്കുന്നതെന്ന് നോക്കുക. അതായത് സ്റ്റാൻഡേർഡ് ഫോം മീൻസ് അതിൻ്റെ ഡിഗ്രി അസെൻഡിങ് ഓർഡറിലാണോ അതിൻ്റെ ഡിഗ്രി കിടക്കുന്നത് എന്ന് നോക്കുക. അതായത് വലിയ ഡിഗ്രിയിൽ നിന്ന് ചെറിയ ഡിഗ്രിയിലോട്ടാണ് ആ ഒരു പോളിനോമിയലിൻ്റെ ഫോം കിടക്കുന്നത് എന്ന് നോക്കുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാണ്. കാരണം x³ ഹയസ്റ്റ് ഡിഗ്രിയാണ് ആദ്യം വന്നേക്കുന്നത്, പിന്നെ x² വന്നു, പിന്നെ x വന്നു, പിന്നെ നമ്മുടെ കോൺസ്റ്റന്റ് വന്നു. ഇവിടെ പക്ഷെ നോക്കിയേ, ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമിലുള്ള. സോ നമ്മൾ ഇതൊന്ന് റീറൈറ്റ് ചെയ്യണം. എങ്ങനെ എഴുതണം? x² പ്ലസ് 2x പ്ലസ് 1 എന്ന് നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യണം. ഓക്കെ, റീറൈറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടുള്ളത്. സോ the standard form of divisor is x² plus 2x plus 1 and our dividend is 3x³ plus x² plus 2x plus 1. Then we can divide as above. So
I change my pen color. Okay. Yes. Light colors എടുത്തതിന് ചിലപ്പോൾ കാണാൻ കഴിയില്ല. So dark colors തന്നെ എടുക്കാം. So നമുക്ക് നോക്കാം. So divide ചെയ്യാം, start ചെയ്യാം. So 3x cube plus x square plus 2x plus 5. X square plus 2x plus 1. And our first term will be what? Yes. നമ്മളുടെ ഡിവിഡൻറ്റിൻ്റെയും ഡിവൈസിൻ്റെയും ഫസ്റ്റ് ടേം എടുക്കുക, അത് ഡിവൈഡ് ചെയ്യുക. എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു 3x എന്ന് കിട്ടും. സോ ഇതാണ് നമ്മളുടെ കോഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് ടേം. ആൻഡ് ഈ കോഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് ടേം കൊണ്ട് നമ്മളെ ഡിവൈസിനെ ഫുൾ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3x ഇൻറ്റു യെസ്, നമ്മൾ കോഷ്യൻറ്റിനെ കൊണ്ട് ഡിവൈസിനെ ഫുൾ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. Plus 1. What will get? 3x cube plus 6x square plus 3x എന്ന് കിട്ടും. So 3x cube plus 6x square plus 3x എന്ന് കിട്ടി. And subtract will get sign change. First term cancel ആവും. 1x square plus 6x square. What will get? Sorry, minus 6x square. What will get? Minus 5x square and 2x minus 3x. What get? Minus x. And ഇവിടെ plus 5 ഉണ്ട്, അത് താഴേക്ക് എടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് മൈനസ് 5x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 5 ആണ്. ആൻഡ് ഡിവൈസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ആണ്. സോ നമ്മുടെ കോഷ്യൻറ്റിൻ്റെ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോഴത്തെ ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5x സ്ക്വയർ ആണ്. അതിനെ നമ്മൾ ഡിവൈസിൻ്റെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യും, അപ്പോൾ മൈനസ് 5 എന്ന് പറയും. സോ കോഷ്യൻറ്റിൻ്റെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് മൈനസ് 5 ആണ്. ആൻഡ് ഈ കോഷ്യൻറ്റിൻ്റെ സെക്കൻഡ് ടേം കൊണ്ട് നമ്മുടെ ഡിവൈസ് തന്നെ ഫുൾ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എന്താ കിട്ടുക? മൈനസ് 5x സ്ക്വയർ മൈനസ് 10x മൈനസ് 5 എന്ന് കിട്ടും അല്ലേ? ഇതിനെ ഉള്ളിലോട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൈനസ് 5x സ്ക്വയർ മൈനസ് 10x മൈനസ് 5 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്യുക. സോ ദ സൈൻ വിൽ ചേഞ്ച് അഗെയിൻ, പ്ലസ് 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 ആൻഡ് ഫസ്റ്റ് ടേം ക്യാൻസൽ. ഇവിടെ 10x മൈനസ് x ആണ്. സോ അവിടെ എന്ത് വരും? 9x എന്ന് വരും. ആൻഡ് 9x ഇവിടെ എന്താണ്? 5 plus 5 plus 5 will get 10 plus 10. ഓക്കെ, ഇനി നമുക്കിത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മളുടെ റിമൈൻഡറിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മളുടെ കോഷ്യൻ്റ് നമ്മുടെ ഡിവൈസിൻ്റെ ഡിഗ്രിയെക്കാട്ടിയും ചെറുതായി വന്നു. സോ നമുക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല. Then we stop here and നമുക്കിതൊന്ന് എടുത്തെഴുതാം. യെസ്, x square plus 2x plus 1 into 3x minus 5 plus 9x plus 10. ആൻഡ് ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ ഡിവിഡൻറ്റ് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഡിവിഷൻ അൽഗോരിതം ഈ ഒരു ക്യൂബിക് പോളിനോമിയൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് വെരിഫൈ ചെയ്ത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് എന്ന് നോക്കാം. സോ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഈ രണ്ട് ടേമും എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഈ എക്സ് സ്ക്വയർ കൊണ്ട് ഈ 3x
ഈ -5നെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ x സ്ക്വയർ ഇൻറ്റു 3x എന്ന് പറയുമ്പോൾ 3x³ എന്ന് വരും, പ്ലസ് -5x സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഈ -5നെയും x സ്ക്വയറിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5x² എന്ന് വരും. സോ ഫസ്റ്റ് ടേമിൻ്റെ കാര്യം കഴിഞ്ഞു. നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഫസ്റ്റ് ടേമിന്റെ കാര്യം കഴിഞ്ഞു. ഇനി സെക്കൻഡ് ടേമിനെ ഈ രണ്ട് ടേംസും കൊണ്ട് എന്ത് ചെയ്യാം? ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും? +2x ഇൻറ്റു 3x. അപ്പോൾ +6x² എന്ന് വരും. ആൻഡ് -10x എന്ന് വരും. ഇങ്ങനെയാണ് -10x വരുന്നത്. +2x ഇൻറ്റു -5. അപ്പോൾ -10x എന്ന് വരും. പ്ലസ് ഇനി 1നെ 3x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1നെ -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 3x -5 എന്ന് വരും അല്ലേ. പിന്നെ നമുക്ക് ബാലൻസ് ഉള്ളത് നമ്മുടെ റിമൈൻഡർ ആയ +9x + 10. ഇതാണ് ബാലൻസ് ഉള്ളത്. സോ ലൈക്ക് ടേംസിനെ തമ്മിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 3x³ -5x² + 6x² എന്ന് പറയുമ്പോൾ പ്ലസ് എന്ത് വരും? x² എന്ന് വരും അല്ലേ. +x² എന്ന് വരും. ഇനി എക്സിന്റെ -10x ഉണ്ട്, +3x ഉണ്ട്, +9x ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് സബ്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ബോർഡ് മാസ് ഒന്ന് ഫോളോ ചെയ്യാം ഈ ഒരു കേസിൽ. യെസ്, 9 + 3 എന്ന് പറയുന്നത് 12 ആണ്. ആൻഡ് -10 എന്ന് പറയുമ്പോൾ +2x എന്ന് വരും. ഓക്കെ, പിന്നെ നമുക്കുള്ളത് 10ഉം -5 ആണ്. 10 - 5 എന്ന് പറയുന്നത് +5 ആണ്. സോ വി ഗെറ്റ് വാട്ട്? എ cubic polynomial which is equal to our given cubic polynomial, isn't it? Yes. നമ്മൾക്ക് തന്നേക്കുന്ന ക്യൂബിക് പോളിനോമിയൽ ഏതായിരുന്നു? 3x³ + x² + 2x + 5. നമുക്ക് കിട്ടിയതും അത് തന്നെയാണ്. സോ ഇവിടെ നമുക്ക് ഡിവിഷൻ അൽഗോരിതം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഹിയർ ഡിവിഡൻഡ് equal to divisor into quotient plus remainder എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ? സോ ഇനി നമുക്ക് ഇതൊന്ന് ജനറലൈസ് ചെയ്യാം. ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഡിവിഷൻ അൽഗോരിതം. നമുക്ക് റിയൽ നമ്പേഴ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പോളിനോമിയൽസിൽ ഡിവിഷൻ അൽഗോരിതം പറയാൻ പറ്റും. എങ്ങനെയാണ്? രണ്ട് പോളിനോമിയൽ p of x, അത് ഞാൻ എഴുതാം, സെന്റൻസ് ആയിട്ട് തന്നെ എഴുതാം. If p of x and g of x are any two polynomials with g of x not equal to 0, then we can find polynomials q of x and r of x such that what? P of x equal to g of x into q of x plus r of x. Okay, here where
where r of x equal to 0 or degree of r of x ഏത് ഡിഗ്രിയെക്കാട്ടിയും ചെറുതായിരിക്കും, ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ വരുന്നത്, ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, ഇതാണ് ഡിവിഷൻ അൽഗോരിതം. ദിസ് റിസൾട്ട് is known as the division algorithm for polynomials. Okay, so next ഇനി നമുക്ക് ഇത് ബേസ് ചെയ്ത് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. അതായത് ഡിവൈഡ് ചെയ്യുക, രണ്ട് പോളിനോമിയൽസിനെ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എന്താണ് വെരിഫൈ ചെയ്യുക, ഡിവിഷൻ അൽഗോരിതം വെരിഫൈ ചെയ്യുക. ഓക്കെ, സോ ചെയ്യാം. ഈ ഒരു സെക്ഷൻ ഇനി രണ്ട് എക്സാമ്പിൾസും കൂടിയുണ്ട്, അത് കഴിഞ്ഞ് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എക്സസൈസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കൂടി നോക്കാനുണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. എക്സസൈസും കൂടിയുണ്ട്. എക്സസൈസ് ഇതുപോലെ എന്താണ് പോളിനോമിയൽസ് തമ്മിൽ ഡിവൈഡ് ചെയ്യേണ്ടുള്ളതാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല അതിൽ. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 8. Divide 3x square minus x cube minus 3x plus 5 by x minus 1 minus x square and verify the division algorithm. സോ എന്താ പറഞ്ഞേക്കുന്നത്, ഇവിടെ നമുക്ക് രണ്ട് പോളിനോമിയൽസ് തന്നിട്ടുണ്ട്, അതിനെ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഡിവിഷൻ അൽഗോരിതം വെരിഫൈ ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം. സോ നമ്മളുടെ രണ്ട് പോളിനോമിയൽ സ്റ്റാൻഡേർഡ് ഫോമിലല്ല, സോ സ്റ്റാൻഡേർഡ് ഫോം. x cube, okay, minus x cube plus 3x square minus 3x plus 5 and minus x square plus x minus 1. Then this is the standard form of our polynomials. So now we can divide these two polynomials. Minus x cube plus 3x square minus 3x plus 5 minus x square plus x minus 1. ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ടേം ഏതാണ്, നമ്മൾ ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ടേം കൊണ്ടും ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ടേമിനെ ഡിവൈസിൻ്റെ ഫസ്റ്റ് ടേം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. സോ മൈനസ് എക്സ് ക്യൂബ് ബൈ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ക്യാൻസൽ and x cube x square cancel will get x and ഈ എക്സിനെ നമ്മൾ ഡിവൈസറിനെ കൊണ്ട് കോൺ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണ്. മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് വരും. സോ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്. ഓക്കെ, സോ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ സൈൻ ചേഞ്ച് ചെയ്യും.
ആൻഡ് ഇത് രണ്ടും ക്യാൻസലായി. മൈനസ് 3x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2x സ്ക്വയർ എന്ന് വരും. മൈനസ് ഇവിടെ 2x വരും. എങ്ങനെയാണ് മൈനസ് 3x പ്ലസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് 2x ആണ്. പ്ലസ് 5 ഈ 5 താപ്പോട്ട് ഇറക്കാണ്. നെക്സ്റ്റ് നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് എന്ന് പറയുന്നത് 2x സ്ക്വയർ മൈനസ് 2x പ്ലസ് 5 ആൻഡ് അവർ ഡിവൈസർ ഈസ് ദ സെയിം മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1. സോ നമുക്ക് കോഷ്യന്റിന്റെ സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിവിഡൻഡിന്റെ ഫസ്റ്റ് ടേമിനെ ഡിവൈസറിന്റെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 2x സ്ക്വയർ ബൈ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ആവും. സോ എന്ത് കിട്ടും? -2 എന്ന് കിട്ടും. സോ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് -2 ആണ്. സോ ഈ -2 കൊണ്ട് നമ്മളുടെ ഡിവൈസറിന് ഹോൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്ന് കിട്ടും. ആൻഡ് 2x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്ന് കിട്ടി. ആൻഡ് ഇവിടെ സൈൻ ചേഞ്ച് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്തു. ഇവിടെയും ക്യാൻസലായി. -2x പ്ലസ് 2x ആയിട്ട് ക്യാൻസലായി. ആൻഡ് ഇവിടെ +5 -1 ആണ്. ഇവിടെ അതെന്തെന്ന് വരും? 4 എന്ന് വരും. സോ ഇവിടെ സോറി ഇവിടെ +2 അല്ലേ വരിക? +2 ആണ് വരുന്നത് അല്ലേ? Here it is +2 and we get what? നമുക്കെന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ റിമൈൻഡർ എന്ന് പറയുന്നത് 3 എന്ന് വന്നു. സോ നമുക്കൊന്ന് ഇവിടെ എന്താണ് ഡിഗ്രി ഓഫ് 3 എന്ന് പറയുന്നത്? ഡിഗ്രി ഓഫ് 3 നമ്മളുടെ റിമൈൻഡർ 3ന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇതെന്ന് പറയുന്നത് ലെസ് ദാൻ കോഷ്യന്റിന്റെ ഡിഗ്രി. കോഷ്യന്റിന്റെ അല്ല, നമ്മുടെ ഡിവൈസറിന്റെ ഡിഗ്രിയെ കാട്ടിയും ചെറുതാണ്. അതായത് നമ്മുടെ ഡിവൈസറിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ. ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. സോ അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. സോ നമ്മുടെ റിമൈൻഡറിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസറിന്റെ ഡിഗ്രിയെക്കാട്ടിയും ചെറുതായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. സോ നമുക്ക് ആദ്യം ഡിവൈഡ് ചെയ്യാം, അതിന് ശേഷം ഡിവിഷൻ അൽഗോരിതം എന്നുള്ളത് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? യെസ്, ഡിഗ്രി ഓഫ് 3 എന്ന് പറയുന്നത് 0 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 2 അല്ലേ? അതായത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ് നമ്മളുടെ ഡിവൈസറിന്റെ ഡിഗ്രി. ഓക്കെ, അതായിരുന്നു ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ അങ്ങനെ ഡിഗ്രി റിമൈൻഡറിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ കോഷ്യന്റിന്റെ ഡിഗ്രിയെക്കാട്ടിയും, കോഷ്യന്റ് അല്ല ഡിവൈസറിന്റെ ഡിഗ്രിയെക്കാട്ടിയും ചെറുതായിട്ട് വന്നത് കൊണ്ട് തന്നെ റിമൈൻഡറിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഡിവൈസറിന്റെ ഡിഗ്രിയെക്കാട്ടിയും ചെറുതായിട്ട് വന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഡിവിഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ quotient equal to x minus 2 and here remainder equal to 3 എന്ന് എഴുതാം. ഓക്കെ, സോ ഇനി നമ്മൾ വെരിഫൈ ചെയ്യുകയാണ് നമ്മളുടെ ഡിവിഷൻ അൽഗോരിതം. ഡിവൈസർ ഇൻറ്റു quotient പ്ലസ് റിമൈൻഡർ. ഇതെന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? നമ്മൾ ഡിവിഡൻറ്റിന് ഈക്വൽ ആയിരിക്കണം. ഇവിടെ എന്തൊക്കെയാണ് ഡിവൈസർ എന്ന് പറയുന്നത്? -x² പ്ലസ് x മൈനസ് 1 ഇൻറ്റു x മൈനസ് 2 പ്ലസ് 3 അല്ലേ? സോ -x³ മൾട്ടിപ്ലൈ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം.
Yes. So എന്താണ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മൈനസ് എക്സ് സ്ക്വയറിനെ എക്സ് മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൈനസ് പ്ലസ് 2x സ്ക്വയർ എന്ന് വരും. പിന്നെ എക്സിനെ എക്സ് മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2x എന്ന് വരും. മൈനസ് എക്സ് പ്ലസ് 2 പ്ലസ് 3 എന്ന് വരും. അപ്പോൾ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ മൈനസ് 3x പ്ലസ് 5 എന്ന് വരും. ആൻഡ് ഇത് തന്നെയല്ലേ നമ്മളുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ? യെസ്, which is equal to a dividend. So hence division algorithm verified. Okay. നെക്സ്റ്റ് ഇനി ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്, അതും കൂടി ചെയ്യാം. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. പിന്നെ എക്സസൈസും കൂടി ഉള്ളൂ. അത് ഒന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്. ഡിവിഷൻ അൽഗോരിതം വെച്ച് ഡിവൈഡ് ചെയ്യുക, പോളിനോമിയൽസിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്ത് എക്സസൈസ്. സീറോസ് ഓഫ് 2x raised to 4 minus 3x cube minus 3x square plus 6x minus 2. If you know that 2 of its zeros are root 2 and മൈനസ് റൂട്ട് 2. എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ആൻഡ് 2 സീറോസും തന്നിട്ടുണ്ട്. ഒരു ഡിഗ്രി 4 ആയിട്ടുള്ള ഒരു പോളിനോമിയൽ അറ്റ്മോസ്റ്റ് 4 സീറോസ് ഉണ്ടായിരിക്കും. ആൻഡ് നമുക്ക് 2 സീറോസ് തന്നിട്ടുണ്ട്, റൂട്ട് 2 ആൻഡ് മൈനസ് റൂട്ട് 2. സോ നമുക്ക് എല്ലാ സീറോസും കണ്ടുപിടിക്കണം. ഓക്കെ, സോ സൊല്യൂഷൻ. നമുക്ക് 2 സീറോസ് തന്നിട്ടുണ്ട്. സിൻസ് 2 സീറോസ് ആർ റൂട്ട് 2 ആൻഡ് മൈനസ് റൂട്ട് 2, ഫാക്ടേഴ്സ് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് റൂട്ട് 2. മൈനസ് റൂട്ട് 2ൻ്റെ കേസിൽ ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് റൂട്ട് 2ഉം, പ്ലസ് റൂട്ട് 2ൻ്റെ കേസിൽ ഫാക്ടർ എന്ന് പറയുന്നത് എക്സ് മൈനസ് റൂട്ട് 2 ആയിരിക്കും. ഓക്കെ, വേണമെങ്കിൽ അത് തിരിച്ച് തന്നെ എഴുതാം. സോ ഇവിടെ എക്സ് മൈനസ് റൂട്ട് 2, ഇവിടെ എക്സ് പ്ലസ് റൂട്ട് 2. ആൻഡ് ഇത് നമ്മളുടെ ഐഡൻറ്റിറ്റി വെച്ചിട്ട് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, ആ ഫോമിലാണ് ഇത് കിടക്കുന്നത്. സോ അതിനെ എന്തെന്ന് പറയാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. സോ ഇതിനെ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് എഴുതാൻ പറ്റും. ഇറ്റ്സ് എ ഫാക്ടർ ഓഫ് ദ ഗിവൻ polynomial, അല്ലേ? ഫാക്ടർ ഓഫ് ദ ഗിവൻ polynomial. Now divide the given polynomial by x square minus 2. So നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2x raised to 4 minus 3x cube minus 3x square plus 6x minus 2.
ഇതാണ് നമ്മളുടെ പോളിനോമിയൽ ആൻഡ് നമ്മളുടെ ഡിവൈസർ എന്ന് പറയുന്നത് x² - 2 ആണ്. സോ കോഷ്യന്റിന്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ ചെയ്ത പോലെ ഡിവിഡൻറ്റിന്റെ ഫസ്റ്റ് ടേമിനെ ഡിവൈസറിന്റെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ക്യാൻസലായി നമുക്ക് എന്ത് വരും? 2h² എന്ന് വരും. ആൻഡ് ഇവിടെ 2h² എന്ന് എഴുതി. ഈ 2h² നെ x² - 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2x⁴ - 4h² എന്ന് വരും. ആൻഡ് 2x⁴ - 4 4h² ആണ് വന്നേക്കുന്നത്. സോ x³ താഴെ എഴുതാൻ നമുക്ക് x²ന്റെ താഴെ എഴുതാം. ഓക്കെ, അത് തമ്മിലുള്ള നമുക്ക് എന്താണ് എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ -4h². ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സബ്സ്ട്രാക്ട് ചെയ്യാം. Then sign will change and get this 2 cancelled. x² plus 6x minus 2 എന്ന് കിട്ടും. ആൻഡ് ഇവിടെ ഒരു -3h³ കൂടി ഉണ്ട്. പ്ലസ് 3h² സോറി -3h³ plus x² plus 6x minus 2 എന്ന് വന്നു. ഇനി നമ്മളുടെ ഇപ്പോഴത്തെ ഡിവിഡൻറ്റ് ഏതാണ്? -3h³ plus x². ഇതാണ് ഇപ്പോഴത്തെ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് -3h² plus -3h³ plus x² plus 6x minus 2 and our divisor is x² minus 2. അപ്പോൾ കോഷ്യന്റിന്റെ സെക്കൻഡ് ടേം കിട്ടാനായിട്ട് -3h³ by x² ചെയ്യുന്നു. ക്യാൻസൽ ആകുന്നു. -3h കിട്ടുന്നു. -3 മുകളിൽ എഴുതുന്നു. ഈ -3hനെ എന്തുകൊണ്ടാണ് നമ്മൾ ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -3h³ plus 6x എന്ന് കിട്ടുന്നു. -3h³ plus 6x ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു. ആൻഡ് നമ്മൾ സൈൻ ചേഞ്ച് ചെയ്യുന്നു. എന്ത് കിട്ടും? ഇത് രണ്ടും ക്യാൻസലായി പോവും. സോ ബാക്കി എന്തുണ്ട്? x². ഈ ഒരു x² ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു -2 ഉണ്ട്. ആൻഡ് -2. സോ ഇനി നമുക്ക് കോഷ്യന്റിന്റെ തേർഡ് ടേം കിട്ടാനായിട്ട് ഇപ്പോഴത്തെ നമ്മളുടെ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് x². ഇപ്പോഴത്തെ നമ്മുടെ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് x² - 2 ആണ്. സോ x² - 2 നമ്മുടെ x² - 2 ആണ് നമ്മുടെ ഡിവിഡൻറ്റ്. ആൻഡ് നമ്മുടെ ഡിവൈസർ എന്ന് പറയുന്നത് x² - 2 ആണ്. സോ ഡിവിഡൻറ്റിന്റെ ഫസ്റ്റ് ടേം ആയ x²നെ ഡിവൈസറിന്റെ ഫസ്റ്റ് ടേം ആയ x² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1 എന്നാണ്. സോ നമ്മുടെ കോഷ്യന്റിന്റെ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? +1 എന്നാണ്. ഓക്കെ, സോ ഈ 1നെ നമ്മൾ ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ x² - 2 എന്ന് തന്നെ വരും. അതെടുത്ത് ഇവിടെ എഴുതുകയാണ്. സോ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യുന്നു. x² and -x² ക്യാൻസൽ ആവുന്നു. -2 + 2 ക്യാൻസൽ ആവുന്നു. ആൻഡ് our remainder will be 0. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? സോ 2x⁴ - 3h³ - 3h² plus 6x minus 2 which is equal to x² minus 2 into 2x² minus 3x plus 1 എന്ന് എഴുതാം അല്ലേ? 0 എടുക്കില്ല, കാരണം റിമൈൻഡർ 0 ആയതുകൊണ്ട് അത് എടുക്കുന്നില്ല. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യണം ബൈ സ്പ്ലിറ്റിംഗ് ദ
മിഡിൽ ടേം. ഓക്കെ, സോ അതൊന്ന് എടുത്തെഴുതാം. -3x+1. അപ്പോൾ 2x². എങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്താണ് വരേണ്ടത്? സം എന്ന് പറയുന്നത് -3 വരണം. ആൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് വരണം? 2 വരണം. ഓക്കെ, അപ്പോൾ സം -3യും പ്രോഡക്റ്റ് 2 ആയിട്ട് വരുന്ന രണ്ട് ടേംസ് ആണ് നോക്കേണ്ടത്. ഏതൊക്കെ വരാം? ടൂവും 1ഉം എടുക്കാം. പ്രോഡക്റ്റ് 2 ആണ്. സോ 2ഉം 1ഉം ഒന്ന് കൺസിഡർ ചെയ്യാണ്. സോ ഇതിന് രണ്ടും മൈനസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സം എന്ന് പറയുന്നത് 3 എന്ന് വരും. ആൻഡ് -2 ഇൻറ്റു -1 എന്ന് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? -2 -1. സോ -2x -1x +1. ആൻഡ് കോമൺ എടുക്കാം. 2x ഇൻറ്റു x -1 -1 ഇൻറ്റു x -1. ആൻഡ് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ 2x -1 ഇൻറ്റു x -1 എന്ന് വരും. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് സീറോസ് എന്തെന്ന് എഴുതാൻ പറ്റും? 2x -1 = 0 ആണ്. ഈ ഒരു പോളിനോമിയൽ, ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 0 ആണെങ്കിൽ 2x -1 = 0 ആണ്. അല്ലെങ്കിൽ x -1 എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് ഇവിടെ നിന്ന് x എന്ന് പറയുന്നത് 1/2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നിന്ന് x എന്ന് പറയുന്നത് 1 എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് സീറോസ് കിട്ടി. 1/2ഉം 1 കിട്ടി. ആൻഡ് നമുക്ക് ഗിവൺ 2 സീറോസ് ഉണ്ട്. ആൻഡ് therefore the zeros of the given polynomial are ഏതൊക്കെയാണ്? √2 -√2 1/2 ആൻഡ് 1. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ പോളിനോമിയലിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എക്സസൈസ് ഉണ്ട്, പിന്നെ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയി. സോ ക്ലാസ് എല്ലാവരും കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് എന്തായിരുന്നു ജോമെട്രിക്കൽ മീനിങ് ഓഫ് ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ ആണ് അടുത്ത ക്ലാസ്സിൽ. 2.2 സെക്ഷൻ 2.2 ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഇനി ബാക്കിയായിട്ടുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു all. Have a nice day. Bye.